ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരവസ്ഥ, അവിടെയാണ് ദൈവാരാധന ഉണ്ടാകുന്നത്. നീ നിനക്ക് തന്നെ മഹത്വം കൊടുത്താല്, നീ അഹങ്കാര ചിന്തയിലിരുന്നാല്, എന്തൊക്കെയോ എനിക്കുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാല്, എന്റെ നേട്ടം, ഞാൻ ഉണ്ടാക്കിയത്, എന്റെ മഹിമ, ഞാൻ എന്ന ചിന്തയിലിരുന്നാല് നിനക്കൊരിക്കലും ദൈവത്തെ ആരാധിക്കാൻ പറ്റുകയില്ല. ദൈവത്തെ ആരാധിക്കുന്നതിനുള്ള നമ്മളിലെ തടസ്സങ്ങൾ നീക്കി ദൈവാരാധനയിലേക്ക് നമ്മൾ വളർന്നു വരണം. പൂർണ്ണമായ ദൈവത്തിന് ആരാധന കൊടുക്കുമ്പോഴാണ് അവിടെ ദൈവരാജ്യം ഉണ്ടാകുന്നത്, ദൈവത്തിന്റെ ഭരണമുണ്ടാകുന്നത്. ദൈവത്തെ ആരാധിക്കും തോറും നമ്മളിലെ ചങ്ങലകൾ പൊട്ടും, നമുക്ക് തന്നെ അത് അനുഭവിക്കാൻ കഴിയും. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ സത്യത്തിലും അരൂപിയിലുമാണ് ദൈവത്തെ ആരാധിക്കുന്നത്. പരമമായ മഹത്വം ദൈവത്തിന് കൊടുക്കുന്ന ആ വലിയ സത്യത്തിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ആരാധിക്കുമ്പോൾ നീങ്ങിപ്പോകാത്ത പ്രശ്നങ്ങളില്ല, എല്ലാ ചങ്ങലകളും പൊട്ടുകയാണ്. നമുക്കറിയാം, സത്യം മനുഷ്യനെ സ്വതന്ത്രനാക്കും. സത്യമാണ് മനുഷ്യനെ സ്വതന്ത്രനാക്കുന്നത്. എന്താണ് സത്യം? ഇതാ, പരമോന്നതമായ പദവി ദൈവത്തിന് കൊടുക്കുന്നതാണ് സത്യം. അവിടുന്നാണ് എല്ലാത്തിന്റെയും നാഥനും സൃഷ്ടാവും പരിപാലകരും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് ആരാധനയുടെ ശക്തി നമ്മൾ മനസ്സിലാക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇപ്പൊ സാമ്പത്തിക തകർച്ച അനുഭവിക്കുന്ന പലരുമുണ്ട്. ഇന്ന് നിരവധിയായിട്ടുള്ള ആളുകൾ ധ്യാനിക്കാൻ വരുമ്പോൾ അവർ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ വന്ന് പറയുന്ന പ്രശ്നം സാമ്പത്തികമായ തകർച്ചയെക്കുറിച്ചാണ്. സാമ്പത്തിക തകർച്ചയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ ചില ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ധ്യാനത്തിൽ പങ്കെടുക്കുന്നുണ്ട്, അവര് ഉപവാസം അനുഷ്ഠിക്കുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഈ ഒരു മേഖലയിൽ അവർക്ക് ഒരു വിജയം ഉണ്ടാകുന്നില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കുക, നീ സാമ്പത്തികമായ തകർച്ചയിലാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, ലളിതമായ ഭാഷയിൽ പറഞ്ഞാല് നീ സമ്പത്തിന്റെ അടിമത്തം ഉപേക്ഷിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ. പല ആളുകളും സാമ്പത്തിക തകർച്ചയിലാണ് കഴിയുന്നതെങ്കിലും അവർ സമ്പത്തിന്റെ അടിമത്തത്തിലാണ്. എന്താണ് സമ്പത്തിന്റെ അടിമത്തം എന്ന് പറയുന്നത്? സമ്പത്തല്ല എന്നെ സമ്പന്നനാക്കുന്നത്, എന്നെ സമ്പന്നനാക്കുന്നത് എന്റെ ദൈവമാണ്. ഈ ഒരു ബന്ധമാണ് നമ്മളെ സ്വതന്ത്രമാക്കുന്നത്. നമ്മളെ സ്വതന്ത്രമാക്കുന്നത് ഏതെങ്കിലും ദാനങ്ങളല്ല, നമ്മളെ സ്വതന്ത്രമാക്കുന്ന ഒരു ബന്ധമാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. ബന്ധം എന്നെ സ്വതന്ത്രമാക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അതുകൊണ്ട് സാമ്പത്തിക തകർച്ച അനുഭവിക്കുന്ന വ്യക്തികള് ഇങ്ങനെ ദൈവത്തോട് പറയാൻ കഴിയണം, പണത്തിന്മേലുള്ള എന്റെ എല്ലാ അടിമത്തവും ഞാൻ ഉപേക്ഷിക്കുന്നു. പണത്തിന് ഇനി എന്നെ ദുഃഖിപ്പിക്കാൻ പറ്റുകയില്ല. നമുക്ക് പണത്തോട് അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സെന്താ പറഞ്ഞു തരിക? നമ്മുടെ തലയിൽ ഒരു നുണച്ചിന്ത കയറിയിരിക്കുകയാണ്. എന്താണ്? പണം ഇല്ല എങ്കിൽ ഇതാ എനിക്ക് ഒരു ജീവിതം ഉണ്ടാകില്ല എന്ന്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതാണ് അറ്റാച്ച്മെന്റ്. അപ്പൊ നമ്മൾ ഈ ചിന്തയെ ചോദ്യം ചെയ്യണം. ഇതാ, എന്റെ കൂട്ടത്തിൽ യേശുവുണ്ട്, യേശു എനിക്ക് മതിയായവനാണ്. ഇത് പറയാനായിട്ട് കഴിയുമ്പോൾ നമ്മൾ പണത്തിന്റെ അടിമത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. പണമേ, നിനക്കിനി എന്നെ ദുഃഖിപ്പിക്കാൻ പറ്റിയല്ല, കാരണം ഞാൻ സന്തോഷിക്കുന്നത് എന്റെ ദൈവത്തിലാണ്. ദൈവിക സന്തോഷത്തിന്റെ അടിസ്ഥാനപരമായ തത്വം മറിയത്തിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. മറിയം പറഞ്ഞു, എന്റെ ചിത്തം ദൈവത്തിൽ ആനന്ദിക്കുന്നു. നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കുക, ഇതാ യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതത്തിന്റെ മുഴുവനും തത്വങ്ങളും മറിയത്തിന്റെ വായിൽ നിന്നാണ് ഒഴുകി വരുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ മറിയം പറഞ്ഞു തരികയാണ്, ഇതാ ദൈവത്തിൽ ആനന്ദിക്കാൻ പഠിക്കുക, ദൈവത്തിൽ ആനന്ദിക്കാൻ പഠിക്കുക. അങ്ങനെയാണ് ദൈവരാജ്യത്തിലെ മക്കളെ ദൈവം അനുഗ്രഹിച്ച് ഉയർത്തുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മളെ ദൈവത്തിൽ ആനന്ദിക്കാൻ ദൈവം പഠിപ്പിക്കുകയാണ്. അങ്ങനെ പണത്തിന് മേൽ ദൈവം നമുക്ക് വിജയം തരികയാണ്. സമ്പത്തിന് ഇനി എന്നെ ദുഃഖിപ്പിക്കാൻ പറ്റുകയില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരിക്കല് ഒരു സഹോദരി എന്നോട് വന്ന് പറഞ്ഞു, അച്ഛാ, എന്റെ ഭർത്താവ് ഭയങ്കര മദ്യപാനിയാണ്, കുടുംബം നോക്കുന്നില്ല, പള്ളിയിൽ പോകുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. ഈ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭർത്താവിന്റെ കുറ്റമെല്ലാം ഇങ്ങനെ എണ്ണിപ്പെറുക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
കുറെ നേരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഒന്ന് നിർത്തിക്കേ, ഞാനിപ്പോൾ ഒരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. അമ്മച്ചി പറഞ്ഞു, ചോദിച്ചു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, അമ്മച്ചിയും അമ്മച്ചിയുടെ ഭർത്താവും ഇന്ന് മരിച്ചാൽ നിങ്ങളിൽ ആരായിരിക്കും സ്വർഗത്തിൽ പോവുക എന്ന് ചോദിച്ചു. പെട്ടെന്ന് തന്നെ അമ്മച്ചി പറഞ്ഞു, കെട്ടിയവർ ഏതായാലും നരകത്തിൽ പോകുള്ളച്ചാന്ന് പറഞ്ഞു. ഫ്രീസറവാണ്, കാരണം അയാളുടെ കാര്യം പോക്കാണ്. ഞാൻ ചോദിച്ചു, നമ്മുടെ കാര്യം എങ്ങനെയാ? എന്റെ കാര്യം എങ്ങനെയാന്ന് ചോദിച്ചാല് അമ്മച്ചി പറയുക, ഞാൻ സ്വർഗത്തിൽ എത്തിയില്ലെങ്കിലും സ്വർഗത്തിന്റെ വാതുക്ക വരെയെങ്കിലും എത്തുവച്ചാന്ന് പറഞ്ഞു. കാരണം ഇത്രയും കാലത്ത് കഷ്ടപ്പെടുന്നതല്ലേ. ഫ്രീസറവാണ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മച്ചി പറഞ്ഞു ശരിയാണ്, പക്ഷെ അമ്മച്ചി ഒരു കാര്യം ഓർക്കണം, സ്വർഗത്തിന്റെ വാതുക്ക വരെ എത്തിയാലും അമ്മച്ചി സ്വർഗത്തിന് വെളിയിലാണ്, കെട്ടിയവരും സ്വർഗത്തിന് വെളിയിലാണ്. നിങ്ങൾ തമ്മിൽ എന്താ വ്യത്യാസം ഇരിക്കുന്നത്? നിങ്ങളും സ്വർഗത്തിന് വെളിയിൽ, നിങ്ങളുടെ ഭർത്താവ് സ്വർഗത്തിന് വെളിയിൽ. നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ യേശുവിന് നഷ്ടപ്പെട്ടവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അമ്മച്ചി വളരെ ഗൗരവത്തോടെ എന്നെ നേരെ നോക്കി. ഞാൻ പറഞ്ഞു, സംശയിക്കേണ്ട, ഭർത്താവ് മദ്യപിച്ചും വിശ്വാസത്തിനകത്ത് നിന്നുകൊണ്ടും ദൈവത്തിന് നഷ്ടപ്പെട്ടവനായി കഴിയുമ്പോൾ നിങ്ങളോ, നിങ്ങൾ ദുഃഖിച്ച് ദുഃഖിച്ച് ദൈവത്തിന് അകന്നു പോയിരിക്കുന്നു. ദുഃഖിച്ച് ദുഃഖിച്ച് ദൈവത്തിന് അകന്നു പോയിരിക്കുന്നു. ദുഃഖം ഒരു പൈശാചിക പീഡയാണ്. ദുഃഖം ഒരു ബന്ധനമാണ്. അതൊരു പൈശാചിക പീഡയാണ്. അതൊരു അറ്റാച്ച്മെന്റ് ആണ്. യേശുവായുള്ള ബന്ധം, ആ ബന്ധത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാത്ത ജീവിതമാണിത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് അനേകം കുടുംബങ്ങള് നശിച്ചുകൊണ്ടിരിക്കുന്നത് ദുഃഖം എന്ന പൈശാചിക പീഡ വഴിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, യേശുവിന് നിങ്ങൾ രണ്ടുപേരും നഷ്ടപ്പെട്ടവരാണ്. തുടർന്ന് ഞാൻ പറഞ്ഞു, നമുക്ക് മക്കളുടെ കാര്യമൊന്നും എടുക്കാം. 2 ആൺകുട്ടി 1 പെൺകുട്ടിയാണ് അവർക്കുള്ളത്. ഞാന് അമ്മച്ചിയോട് പറഞ്ഞു, ഭർത്താവ് കുടുംബമൊന്നും നോക്കാത്തതുകൊണ്ട് അപ്പന്റെ സ്നേഹം ഈ മക്കൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി അമ്മയുടേതോ? അമ്മ ദുഃഖിച്ചിരിക്കുന്നത് കൊണ്ട് അമ്മയുടെ സ്നേഹവും ഈ മക്കൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മക്കളുടെ മുമ്പിൽ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ പോക്കാണ്. ദൈവത്തിന് മുമ്പിൽ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ പോക്കാണ്. ദൈവത്തിന് നഷ്ടപ്പെട്ടവരാണ്, മക്കൾക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ നഷ്ടപ്പെട്ടവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുഃഖിച്ചിരിക്കുന്ന വ്യക്തിക്ക് എന്ത് ശുശ്രൂഷ? ദുഃഖിക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും ഭൂമി ശുശ്രൂഷയുണ്ടോ? ദുഃഖിക്കുന്ന വ്യക്തി എന്താ ചെയ്യുക? മറ്റുള്ളവരെ കൂടെ ദുഃഖത്തിലേക്ക് കൊണ്ടുവരിക. ദുഃഖിക്കുന്ന വ്യക്തി എന്താ ചെയ്യുക? മറ്റുള്ളവരുടെ അനുകമ്പ ആവശ്യപ്പെടും, മറ്റുള്ളവരുടെ കരുണ അവർ ആവശ്യപ്പെടും. കിട്ടാതെ വരുമ്പോഴോ ദേഷ്യം ഉണ്ടാകാൻ തുടങ്ങും. ഞാൻ ഇത്രയെല്ലാം സഹിച്ചു കഴിഞ്ഞിട്ട് എന്നെ ആരും പരിഗണിക്കുന്നില്ലല്ലോ, എന്നെ ആരും സ്നേഹിക്കുന്നില്ലല്ലോ, ഞാൻ ഇത്രയെല്ലാം കഷ്ടപ്പെട്ടിട്ട് എന്നോട് ആർക്കും അനുകമ്പയില്ലല്ലോ. ദുഃഖിക്കുന്ന വ്യക്തി ബന്ധനത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവര് പെട്ടെന്ന് ബന്ധങ്ങൾ പൊട്ടിക്കാൻ തുടങ്ങും. ഇത്രയെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് ശരിയാണ്, പക്ഷേ ഒരു കാര്യം അച്ഛൻ അറിഞ്ഞിരിക്കണം, ഞാനാണ് എന്റെ മക്കൾക്ക് ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഞാൻ കുടുംബത്തിൽ കണ്ടമാനം കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പിള്ളേർക്ക് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന് അച്ഛൻ അങ്ങനെ പറഞ്ഞേക്കല്ലേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെയാണ് പല മാതാപിതാക്കന്മാർക്ക് അബദ്ധം പറ്റിയിരിക്കുന്നത്. കാരണം അവർ വിചാരിക്കണമെന്നറിയാവോ, ഞങ്ങൾ കുറച്ച് കാശുണ്ടാക്കി കൊടുക്കുന്നുണ്ട്, ഭക്ഷണം നൽകുന്നുണ്ട്, അതുകൊണ്ട് മാതൃ ശുശ്രൂഷയും പിതൃ ശുശ്രൂഷയും ഇതുകൊണ്ട് അവസാനിച്ചു എന്ന് ധരിച്ചു വയ്ക്കുന്നു. പല മാതാക്കന്മാർക്ക് ഈ ഒരൊറ്റ വ്യഗ്രതയുള്ളൂ, കുറച്ച് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നു, കുറച്ച് പണം ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതാണ് മാതൃ ശുശ്രൂഷ, പിതൃ ശുശ്രൂഷ. ഈ ഒരു പൊട്ടച്ചിന്തയിൽ ഇരിക്കുകയാണ്. ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കാം, ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ ആർക്കാ പാടില്ലാത്തത്? ചില സ്കൂളുകളിൽ ഗവൺമെന്റ് പോലും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതിന് അമ്മ വേണമെന്നുണ്ടോ, അപ്പം വേണമെന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെയും അതുകൊണ്ട് ഇതൊക്കെ ഞാൻ ചെയ്യുന്നതുകൊണ്ട് എന്റെ മാതൃ ശുശ്രൂഷയും പിതൃ ശുശ്രൂഷയും പൂർണ്ണമായി എന്ന് ചിന്തിക്കുന്ന വിട്ടുത്തമാണ്. അപ്പസ്തോല പ്രവർത്തനത്തില് സുന്ദരകവാട ദേവാലയത്തിന്റെ നടയില് ഒരു മുടന്തൻ ഇരിക്കുകയാണ്. ആ ദേവാലയത്തിന്റെ നടയിലൂടെ വരുന്നവരുടെ നേരെ അവൻ കൈ നീട്ടുകയാണ്. പത്രോസും യോഹന്നാനും വന്നു. അപ്പോൾ ആ മുടന്തൻ കൈനീട്ടി. പത്രോസും യോഹന്നാനും അവനോട് പറഞ്ഞു,
നിനക്ക് തരാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ സ്വർണ്ണോ വെള്ളിയോ ഒന്നും തന്നിട്ടില്ല. ഞങ്ങളെ ശുശ്രൂഷയ്ക്കായി പിതാവ് അയക്കുമ്പോൾ, യേശു അയക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ സ്വർണ്ണോ വെള്ളിയൊന്നുമില്ല. എന്നാൽ ഒന്നുണ്ട്, ആ മുടന്തനെ കൈക്ക് പിടിച്ചുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോൾ അവന്റെ മുടന്ത് മാടി എഴുന്നേറ്റ് നടന്നു. ഹല്ലേലൂയ. ഇന്ന് പല മാതാപിതാക്കന്മാരുടെ മനസ്സിന്റെ പ്രയാസം എന്താ? മക്കൾക്ക് സ്വർണ്ണോ വെള്ളിയോ കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നത്. വേറെ ചില മാതാപിതാക്കന്മാരുടെ ചിന്ത എന്താണ്? ഞങ്ങൾ ഞങ്ങളുടെ പിള്ളേർക്ക് സ്വർണ്ണവും വെള്ളിയും കൊടുത്തിട്ടുണ്ടല്ലോ എന്ന്. സ്വർണ്ണവും വെള്ളിയും കൊടുത്തിട്ടും ഇന്നും ജീവിതത്തിന്റെ ഈ നടയില് തളർന്നു കഴിയുന്ന എത്ര കുഞ്ഞുങ്ങൾ. സ്വർണ്ണമില്ലാഞ്ഞിട്ടാണോ, വെള്ളിയില്ലാഞ്ഞിട്ടാണോ? ജീവിതത്തിൽ തളർന്നു കഴിയുന്ന അനേകം കുഞ്ഞുങ്ങൾ, അനേകം മക്കൾ നമുക്കിന്ന് കാണാൻ സാധിക്കും. കുടുംബത്തിൽ ഇന്ന് ദുഃഖം ഉണ്ടാക്കിക്കൊണ്ട് കഴിയുന്ന അനേകം മക്കൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വെള്ളിയുടെയും സ്വർണത്തിനെയും ശുശ്രൂഷ നടത്തിയിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഇല്ല. ഹല്ലേലൂയ. കൊടുക്കാനില്ലാത്തത് കൊണ്ടോ? അതുകൊണ്ടും കുഴപ്പമുണ്ടാകുന്നില്ല. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, നിങ്ങളുടെ വിവാഹം എന്ന കൂദാശയിലൂടെ നിങ്ങളൊരു മാതാവ്, ഒരു പിതാവ് എന്ന നിലയിൽ ദൈവത്തിന്റെ ആത്മാവ് ചില വരങ്ങളും ദാനങ്ങളും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഈ വരങ്ങളും ദാനങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാത്തത് കൊണ്ടാണ് ജീവിതത്തിലെ നടയിൽ ഇന്ന് അവർ തളർന്നു കഴിയുന്നത്. എത്ര മാതാപിതാക്കന്മാര് മക്കൾക്ക് ഒരു അഭിനന്ദനം കൊടുക്കുവാൻ, ഒരു പ്രോത്സാഹനം കൊടുക്കുവാൻ, ദൈവനാമത്തെ അവരെ മുന്നോട്ട് നയിക്കുവാൻ എത്ര മാതാപിതാക്കന്മാർക്ക് ഇന്ന് കഴിയുന്നുണ്ട്? നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുവാൻ നിങ്ങളുടെ കയ്യിൽ എത്ര മാതാപിതാക്കന്മാർക്ക് നിങ്ങളുടെ കയ്യിൽ ദൈവത്തിന്റെ വചനം ഇരിപ്പുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ, ദൈവനാമത്തിൽ അവരെ മുന്നോട്ട് നയിക്കുവാൻ, അവരുടെ പ്രതിസന്ധികളിൽ പതറാതെ മുന്നോട്ട് നീങ്ങുവാനായിട്ട് അവർക്കൊരു പ്രചോദനമായി, ചൈതന്യമായി, ശക്തിയായി മാറുവാൻ എത്ര മാതാപിതാക്കന്മാർക്ക് ഇത് കഴിയുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വെള്ളിക്കും സ്വർണത്തിനും അപ്പുറത്ത് മറ്റൊരു ശുശ്രൂഷാവരം ഏറ്റെടുത്ത ദൈവസന്നിധി നിന്ന് വിവാഹം എന്ന കൂദാശയിലൂടെ ദൈവാത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും ഏറ്റുവാങ്ങിയ ജീവിതങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ അമ്മച്ചി എന്നോടൊരു കാര്യം പറഞ്ഞു. അച്ഛൻ പറഞ്ഞതെല്ലാം ശരിയാണ്, പക്ഷെ അച്ഛനൊരു കാര്യം ഓർക്കണം. എന്റെ ഭർത്താവ് കുടിച്ച് നശിക്കുന്നു. ഇത് ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ ദുഃഖിക്കുന്നത് ഒരു യാഥാർത്ഥ്യത്തിന് മുമ്പിലാണ്, ഒരു സങ്കല്പത്തിന് മുമ്പിലല്ല. എന്റെ മുമ്പിൽ എന്റെ ഭർത്താവ് കുടിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു യാഥാർത്ഥ്യത്തിന് മുമ്പിലാണ് ഞാൻ ദുഃഖിക്കുന്നത്, ഒരു സങ്കല്പത്തിന് മുമ്പിലല്ല. അപ്പൊ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി പറഞ്ഞു ശരിയാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇതുപോലെ തന്നെ ഒരു യാഥാർത്ഥ്യമാണ് ഈശോ അമ്മച്ചിയുടെ കൂടെ ഉണ്ട് എന്ന കാര്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്നാണ് അമ്മച്ചി ആരംഭിക്കേണ്ടത്. അമ്മച്ചി ആരംഭിക്കേണ്ടത് അവിടുന്നാണ്, ഈ ബന്ധത്തിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. ഈ ബന്ധത്തിൽ നിന്ന് അമ്മച്ചി എന്ത് പറയണം? ഈശോയോട് പറയണം, ഈശോയെ, അങ്ങ് എന്റെ കൂടെ ഉള്ളതിനാൽ എനിക്ക് അത് മതിയായവയാണ്. ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയിൽ പൂർണ്ണമായി നമ്മൾ ആശ്രയം വെക്കുക, ഈശോയിൽ ആശ്രയം വെക്കുക, ഈശോയിൽ മാത്രം ആശ്രയം വെക്കുക. അപ്പൊ നമുക്ക് ദുഃഖത്തിൽ നിന്ന് വിടുതൽ കിട്ടും. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ധ്യാന മന്ദിരത്തില് പലപ്പോഴും പല സ്ത്രീകളും അവര് വന്ന് എത്രയെല്ലാം ധ്യാനം കൂടിയാലും വീണ്ടും പറയാൻ വരുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, കെട്ടിയും കുടിച്ച് നശിക്കുക. എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ വന്ന് സങ്കടം പറയുന്ന എല്ലാ സ്ത്രീകളോടും ഞാൻ കൊടുക്കുന്ന പൊതുവായ ഒരു നിർദ്ദേശം ഇതാണ്. നിങ്ങളുടെ ഭർത്താവ് മദ്യപാനിയാണെങ്കിൽ മദ്യം എന്ന ചെകുത്താൻ ആ മനുഷ്യനെ പിടിച്ചു വലിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. മദ്യം എന്ന ചെകുത്താൻ അദ്ദേഹത്തെ പിടിച്ച് വലിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. ആ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അദ്ദേഹത്തിന്റെ കാലെ കയറി പിടിച്ചാൽ രണ്ടെണ്ണത്തിനും കൂടെ വലിച്ചുകൊണ്ട് പോകും. ഇതാണ് സംഭവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഭാര്യ ആദ്യമേ ചെയ്യേണ്ടത് പിടിവിടുക എന്നതാണ്. പ്രൈസ് ദി ലോർഡ്, പിടിവിടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഭർത്താവിനുള്ള ആശ്രയം ഉപേക്ഷിക്കുക.
ഭർത്താവിലുള്ള ആശ്രയം ഉപേക്ഷിക്കുക. ഭർത്താവിലുള്ള ആശ്രയം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ചില സ്ത്രീകൾ ചിന്തിക്കുന്നത് ഡൈവോഴ്സ് ചെയ്യാനാണോ അച്ഛൻ പറഞ്ഞതെന്ന് ചിന്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതല്ല ഞാൻ പറഞ്ഞത്. ഭർത്താവിലുള്ള ആശ്രയം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിക്കുക. അത് നമ്മൾ പറയേണ്ടത്. കർത്താവിൽ, ഈശോയിൽ ഞാൻ ആശ്രയിക്കുന്നു, ബാക്കി ഒന്നിലും ഞാൻ ആശ്രയിക്കുന്നില്ല. ബാക്കി എല്ലാത്തിൽ നിന്നുള്ള പിടി വിടുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ദുഃഖത്തിൽ നിന്ന് എഴുന്നേക്കാൻ തുടങ്ങിയായി. പിന്നെ നിങ്ങളെ ആർക്കും ദുഃഖിപ്പിക്കാൻ പറ്റിയല്ല. കാരണം ഞാൻ ആശ്രയിക്കുന്നത് ഈശോയിലാണ്. ഈശോയിൽ ആശ്രയിച്ചിട്ട് ആർക്കാണ് ലജ്ജിക്കാൻ ഇടയായിട്ടുള്ളത്? ദൈവത്തിൽ ആശ്രയിക്കുക. ഇതാണ് പരമപ്രധാനമായ കാര്യം. സങ്കീർത്തനം 125:1 കർത്താവിൽ ആശ്രയിക്കുന്നവൻ അചഞ്ചലമായി നിലകൊള്ളുന്ന സീയോൻ പർവ്വതം പോലെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യെശയ്യാ 40:31 കർത്താവിൽ ആശ്രയിക്കുന്നവരെ ശക്തി പ്രാപിക്കും. അവർ കഴുകനെ പോലെ ചിറകടിച്ചുയരും. ഓടിയാലും തളരുകയില്ല, നടന്നാലും ക്ഷീണിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുക. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 73, 24, 25 വാക്യങ്ങൾ. ഈ ഭൂമിയിൽ ദൈവമേ എനിക്ക് അങ്ങ് മാത്രമേ ഉള്ളൂ. ഈ ഭൂമിയിൽ എനിക്ക് ആശ്രയിക്കാൻ ദൈവമേ നീ മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ മറ്റൊന്നിലും ആശ്രയിക്കുന്നില്ല. ഇത് നമ്മൾ പറയാൻ തുടങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ വിടുതൽ പ്രാപിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചില ആളുകള് ഇതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ കടബാധ്യതയിലാണ്, പക്ഷെ അവർ പണത്തിന്റെ അടിമത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നില്ല. നമുക്കറിയാം, ധൂർത്തവത്തിന്റെ കയ്യിൽ നിന്ന് സമ്പത്തെല്ലാം പോയി. സമ്പത്ത് പോയി കഴിഞ്ഞപ്പോഴും അവൻ പന്നിക്കുട്ടി പോയി ജോലി ചെയ്തു. അവിടെ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുക, പന്നിക്ക് കൊടുത്ത തവിട് പോലും അവന് കിട്ടിയില്ല. എന്നോടൊരിക്കലും ചെറുപ്പക്കാരൻ പറഞ്ഞു, അച്ഛാ ധൂർത്തവത്തന്നെ എത്രയോ ഭേദപ്പെട്ട മനുഷ്യനാണ്. അവന്റെ കയ്യിലെ സ്വത്തെല്ലാം പോയിട്ട് അവന് വേറെ ഗുണ്ടാപ്പണിക്ക് പോയില്ല, മോട്ടിക്കാൻ പോയില്ല. അവൻ ജോലി ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. ഇത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മൂല്യമല്ലേ? എന്നിട്ട് അവന് തവിട് പോലും കിട്ടിയില്ല. അതെന്താ അങ്ങനെ വന്നത്? ഹല്ലേലൂയ. 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 ലോകത്തിന് മുമ്പിൽ വലിയൊരു മൂല്യമായിരിക്കാം ജോലി ചെയ്യുക എന്നുള്ളത്. പക്ഷേ ദൈവരാജ്യത്തിന്റെ പദ്ധതിയില് പ്രധാനപ്പെട്ട മൂല്യം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ തന്നിൽ തന്നെയുള്ള ആശ്രയമല്ല, പണത്തിലുള്ള ആശ്രയമല്ല, ദൈവത്തിലുള്ള ആശ്രയമാണ്. അതാണ് ദൈവം വളർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. 2 കൊരിന്ത്യർ 1:9 അതാണ് പറയുന്നത്. ദൈവത്തിന് നീ ആശ്രയിക്കാൻ തയ്യാറാകുക. അതുകൊണ്ട് തന്നിൽ തന്നെയുള്ള ആശ്രയത്തിൽ നിന്നും, സ്വന്തം കഴിവിലുള്ള ആശ്രയത്തിൽ നിന്നും, സമ്പത്തിലുള്ള ആശ്രയത്തിൽ നിന്നും നിന്നെ വിടുവിച്ച് ദൈവത്തിലുള്ള ആശ്രയത്തിലേക്ക് നിന്നെ കൊണ്ടുവരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ചിലർ വർഷങ്ങളായി കടബാധ്യതയിലാണ്, പക്ഷെ ഇതുവരെയും പണത്തിലുള്ള ആശ്രയം നീ ഉപേക്ഷിച്ചിട്ടില്ല. പണത്തിന് മേൽ നീ സ്വാതന്ത്ര്യം പ്രാപിക്കണം. ചിലപ്പോൾ ഇന്ന് എന്നോടൊരിക്കൽ അതിരാവിലെ തന്നെ ഒരു കുടുംബം വന്നു. എന്താണ്? അവർ ഹോസ്പിറ്റലിൽ നിന്ന് അവരെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. ഇനി ഒന്നും ചെയ്യാനില്ല. അവിടെ മരണത്തെ മാത്രം നോക്കി നിൽക്കുകയാണ്. ഒന്നും ഇല്ലാത്ത ഈ സമയത്ത് എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കാനാ വന്നത്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു, ഇതാണ് നിങ്ങളൊരു കാര്യം അറിഞ്ഞിരിക്കണം. ഈ നിമിഷം വരെയും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ശരീരം, ഈ ശരീരത്തിലാണ് നിങ്ങൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നീ ശരീരത്തിലുള്ള ആശ്രയം കൊണ്ട് ഉപേക്ഷിക്കുക. എന്നിട്ട് അപ്പോഴും നമ്മുടെ മുമ്പിൽ നമുക്ക് ആശ്രയിക്കാൻ ഒരു ബന്ധമുണ്ട്. സഹോദരങ്ങളെ, ഒരു കാര്യം അറിഞ്ഞിരിക്കുക. നമ്മൾ ഈ ബൈബിള് വായിക്കുമ്പോൾ, എടുത്ത് വായിക്കുമ്പോൾ, ബൈബിള് വായിച്ച് താഴെ വയ്ക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും ഉള്ളില് കിട്ടുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഒരിക്കലും പൊട്ടാത്ത ഒരു ബന്ധത്തെക്കുറിച്ചുള്ള അറിവ്. ലോകത്തിന് ഒരു പുസ്തകവും ഈ ഒരു അറിവ് തരുന്നില്ല. ലോകത്തെ എത്ര പുസ്തകങ്ങളുണ്ടോ നിങ്ങൾ എടുത്ത് നോക്കിക്കോ. ഒരിക്കലും പൊട്ടാത്ത ഒരു ബന്ധത്തെക്കുറിച്ചുള്ള അറിവ് തരുന്ന ഒരൊറ്റ പുസ്തകമേ ഉള്ളൂ. അത് ഈ ബൈബിളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ തലയിലെ ഓർമ്മകൾ മുഴുവനും ചകഞ്ഞു നോക്കിയാലും അതിനകത്തെല്ലാം പൊട്ടുന്ന ബന്ധങ്ങളുടെ ഓർമ്മകളാണ് കിടക്കുക. ഒരിക്കലും പൊട്ടാത്ത
ഒരു ബന്ധത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ്, അറിവാണ് ബൈബിൾ നമുക്ക് തരുന്നത്. ഈ ബന്ധത്തെയാണ് നമുക്ക് മുറുകെ പിടിക്കാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശരീരം പോകും, സമ്പത്ത് പോകും, നമ്മുടെ കൂടെ നിൽക്കുന്നവരൊക്കെ അകന്നു പോകും. അപ്പോഴും എനിക്ക് ഒന്നിൽ പിടിക്കാനുണ്ട്. എന്ത്? എന്റെ യേശുമായുള്ള ബന്ധം. പ്രൈസ് ദി ലോർഡ്. ആ ബന്ധം ഒരിക്കലും പൊട്ടുന്നില്ല. ഹല്ലേലൂയ. ഇതിൽ പിടിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ പഠിക്കുക. യോബ് പറഞ്ഞില്ലേ, എന്റെ ശരീരം അഴുകിയില്ലാതായാലും ഞാൻ ഈ ബന്ധത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ മരണസമയത്ത് മുഖത്തുണ്ടാകുന്ന സന്തോഷം. ഇതാണ് ആ വ്യക്തിക്കുണ്ടാകുന്ന സമാധാനം. ദാരിദ്ര്യത്തിന് നടുവിലും ആ അപമാനങ്ങളുടെ നടുവിലും വ്യക്തിക്കുണ്ടാകുന്ന സമാധാനം എന്ന് പറയുന്നത് ഈ സമാധാനമാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഇത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്കൊരിക്കലും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം ഉണ്ടാകില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രസിദ്ധനായ ഒരു ദൈവശാസ്ത്രജ്ഞൻ, ഒരു വൈദികനാണ്. അദ്ദേഹം ദേവാലയത്തിന്റെ മുറ്റത്ത് അങ്ങനെ നിൽക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടി മിഠായിക്ക് വേണ്ടി കരയുകയാണ്. അപ്പൊ അമ്മ ഒരു മിഠായി കൊടുത്തു. ഞാൻ മിഠായി കഴിച്ചു കഴിഞ്ഞപ്പോ അവൻ വീണ്ടും മിഠായിക്ക് വേണ്ടി കരയാൻ തുടങ്ങി. അപ്പൊ അമ്മച്ചി പറഞ്ഞു, ഇനി തരാനായിട്ട് എന്റെ കയ്യിൽ മിഠായി ഇല്ല. അപ്പൊ അവൻ ഒച്ചത്തിൽ കരയാൻ തുടങ്ങി. അപ്പോൾ ആ വൈദ്യർ ഉള്ളിന്റെ ഉള്ളിൽ പറയുകയാണ്, പാവം അമ്മ. ആ അമ്മ ചിന്തിക്കുന്നത് ഈ കൊച്ച് മിഠായിക്ക് വേണ്ടിയിട്ടാണ് കരയുന്നതെന്ന് അല്ല. ആ കൊച്ചിന്റെ ഉള്ളിൽ എത്ര മിഠായി കഴിച്ചാലും പിന്നെയും നിൽക്കുന്ന ഒരു വിശപ്പുണ്ട്, പിന്നെയും നിൽക്കുന്ന ഒരു അന്വേഷണത്തിന്റെ ശക്തിയുണ്ട്, ദാഹമുണ്ട്. അത് മറ്റൊന്നുമല്ല, ദൈവത്തെ കൊണ്ട് മാത്രമേ ആ വിശപ്പ് നിൽക്കൂ. ദൈവത്തെ കൊണ്ട് മാത്രമേ ആ വിശപ്പ് നിൽക്കുകയുള്ളൂ. ഇത് അറിയാൻ പാടില്ല ഈ അമ്മച്ചിക്ക്. നിങ്ങളൊരു കാര്യം അറിഞ്ഞിരിക്കുക, എന്റെ കുഞ്ഞ് വിശക്കുന്നു എന്ന് പറയാൻ തുടങ്ങുമ്പോൾ, നിന്റെ കുഞ്ഞ് കരയാൻ തുടങ്ങുമ്പോൾ, വിശപ്പിന് വേണ്ടി കരയാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ ഈ കൊച്ചിന് പ്രായമായിരിക്കുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്.